അവർ വേറെ ലാവണം നോക്കി പോകും. അതിന് മടിയില്ലാത്ത കൂട്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തിരിച്ചറിവാണ്. ശ്രീ ടി പി ജയചന്ദ്രൻ, താങ്കൾക്ക് എതിർപ്പുണ്ടോ ഇക്കാര്യത്തിൽ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ താങ്കൾ എതിർക്കുന്നുണ്ടോ? കേരള കോൺഗ്രസിന്റെ കാര്യമാണ് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ പറഞ്ഞു വന്നത് ഇവിടെ. ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ് അറിവ്. കേരള കോൺഗ്രസിന് തന്നെ സീറ്റ് കൊടുക്കുകയാണ് CPIക്ക്. ശരി, ടി പി ജയചന്ദ്രൻ. ഈ മലബാറിലൊരു ചൊല്ലുണ്ട്, സൈക്കിളിൽ നിന്നും വീണ് എഴുന്നേറ്റ് പൊടിയും തട്ടിയിട്ട് ഒരു വളിച്ച ചിരിയും ചിരിച്ച് ഇറങ്ങിപ്പോകുക എന്നുള്ളൊരു ചൊല്ല് മലബാറിലുണ്ട്. അസ്കര, ഇത് വലിയ ഔദാര്യമൊന്നുമല്ല, ഗതികേട് കൊണ്ടാണ്. മറ്റൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഇല്ല. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്. ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇരു മുന്നണികളുടെയും കൈകളിൽ നിന്നും ഗൗരവമായ ചോർച്ച വന്നിരിക്കുന്നു. എല്ലാ കാലവും ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ നമുക്ക്? നോക്കൂ, തൃശ്ശൂരിലേക്ക് അങ്ങ് വടകരയിൽ നിന്നും ഒരു വലിയ നേതാവിന്റെ മകൻ BJPയെ മൂക്കിൽ കയറ്റും, 3ാം സ്ഥാനത്താക്കും എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും അദ്ദേഹം അതിനപ്പുറത്തേക്ക് പോയില്ലെന്ന് പറഞ്ഞു പോയി. ഇന്ന് അടി നടക്കുകയാണ് അനിൽ ബോസ്, അടിയാണ് നടക്കുന്നത്. രാജിവെക്കേണ്ടി വരികയാണോ പുറത്താക്കപ്പെടുകയാണോ എന്ന് നമുക്കറിയില്ല. ഇവിടെ അസ്കർ പറഞ്ഞ മാതിരിയിൽ ചർച്ചകളും പഠനവും ഇതിൻ്റെയും കുറവ് കൊണ്ടാണോ CPMൽ നിന്നും അണികൾ കൊഴിഞ്ഞു പോകുന്നത്? കഴിഞ്ഞ 7 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി നിങ്ങൾ പറയുന്നത് എന്താ? BJPയെ പ്രതിരോധിക്കാൻ കടുപ്പം കൂട്ടാൻ പറഞ്ഞു, RSSനെ പ്രതിരോധിക്കാനാണ്. അപ്പൊ കഴിഞ്ഞ 10 കൊല്ലം നിങ്ങളുടെ പ്രതിരോധത്തിന്റെ അളവുകോല് വെച്ച് നോക്കുമ്പോൾ ഇത് പരാജയമായിരുന്നുവോ? ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് തീക്കനലിലാണ് ഉറുമ്പ് അരിച്ചു തുടങ്ങിയിരിക്കുന്നത്, കനൽക്കട്ടയുടെ മുകളിലാണ്. നോക്കൂ, പിണറായി വിജയന്റെ പഞ്ചായത്തിൽ, പിണറായി വിജയന് വോട്ടുള്ള ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഷെയറുകൾ വർദ്ധിക്കുമെന്ന് വിശ്വസിക്കാൻ അസ്കര നമുക്ക് കഴിയുമായിരുന്നുവോ? 51 വോട്ടായിരുന്നു കഴിഞ്ഞ 2019 ഉണ്ടായിരുന്നത്. ഇന്നത് 115ആണ്. മൊറാഴ അറിയാമല്ലോ, ആന്തൂരിലെ മൊറാഴയുടെ ചരിത്രത്തെ കുറിച്ച് ഞാൻ അസ്കറിനെ പഠിപ്പിക്കണ്ടല്ലോ. ആ പഞ്ചായത്തിൽ 2019 BJPക്ക് കിട്ടിയ ആകെ വോട്ട് 1300 ചില അശിഷ്ടമാണ്. ഇന്ന് BJP കിട്ടിയത് 2700 അസ്കറെ. മൊറാഴയിൽ, സമരഭൂമിയിൽ, ആ വാർഡിൽ, ആ പ്രദേശത്ത് 1300 വോട്ടിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് 2700 എന്ന ഇരട്ടിയിലധികമായി പോകുന്നത് ഒരു നിസ്സാര സംഭവമായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നോക്കൂ, കോഴിക്കോട് മത്സരിച്ച രാഘവൻ വിജയിച്ച കോഴിക്കോട്ട്, അസ്കറിന് അറിയാമല്ലോ കോഴിക്കോട്, എളമരം കരീമിന്റെ ബൂത്ത് 31 2ാം സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അവിടെ 1ാം സ്ഥാനത്ത് BJP ആണ്. നിങ്ങളുടെ മുൻ MLA പ്രദീപ് കുമാറിന്റെ ബൂത്തിൽ കിട്ടിയ വോട്ടിന്റെ എണ്ണം കണക്കറിയുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഈ കോഴിക്കോട്ട് സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രൻ, മുൻ മേയർ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തില് 3ാം സ്ഥാനത്താണ്. വളരെ ദുർബലമായ സംഭവം ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തിൽ നാളിതുവരെ ഇടതു വലത് മുന്നണികൾ വളർത്തിയിരുന്ന വ്യാജമായ പ്രചരണങ്ങൾ, വർഗീയ പ്രചരണങ്ങൾ, അതിനൊക്കെ അതിജീവിക്കാൻ തയ്യാറായിരിക്കുന്നു. നോക്കൂ മഞ്ജുഷേ, കേരളത്തിലെ ഒരു ജില്ലയിൽ, എന്റെ ജില്ലയിലും വടകരയിൽ ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടോ? ഇതൊക്കെ BJPക്ക് ആയിരുന്നല്ലോ ചാർത്തി തന്നിരുന്നത്. ഒരാൾ കാഫിറാണെന്നും മറ്റേയാൾക്ക് മറ്റില്ല മുദ്രാവാക്യമാണെന്നും ദീനിന്റെ ആളാണെന്നും പറഞ്ഞ് ഇവിടെ നടത്തിയ അശ്ലീല പ്രയോഗങ്ങൾ, ഇത് ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഇതങ്ങനെ ആർക്കും അങ്ങനെ വഴങ്ങുന്ന മണ്ണാണ് എന്ന് സ്ഥിരമായി സ്ത്രീധനം കിട്ടിയ മുതലാളി എന്ന് ആരും ധരിക്കരുത്. നോക്കൂ, ഇടതുപക്ഷത്തോടൊപ്പം നടന്നിരുന്ന ഒരു ആത്മീയ നേതാവ്, ഇപ്പോഴും ഞാൻ ഇടതുപക്ഷമാണെന്ന് പറയുന്ന അദ്ദേഹം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അസ്കറെ ഒരു നേതാവിന്റെ ഗുണമെന്ന് പറയുന്നത് എന്താണ്? വിമർശനങ്ങളെ സഹനത്തോടെ കേട്ടിരിക്കാനുള്ള സഹനശക്തിയല്ലേ, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കലല്ലേ? എന്തൊക്കെയാണ് കൂറിയോസ് പറഞ്ഞിരിക്കുന്നത്? ഈ ഗവൺമെന്റ് പരാജയ കാരണം ഒരുപക്ഷെ നമുക്ക് വിയോജിക്കാം. സാമ്പത്തിക നയങ്ങളിൽ ഉണ്ടായ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, മോശം പോലീസ് സേന, സഹകരണ രംഗത്തുള്ള അഴിമതി, ക്ഷേമ പെൻഷനുകളുടെ മുടക്കം, SFIയുടെ അതിക്രമം, വിമർശനങ്ങളുള്ള അസഹിഷ്ണുത, മതസാമുദായിക പ്രീണനം, വലതുപക്ഷവൽക്കരണം. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു, ഇടത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ട് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ റോഡിൽ അപകടമാണ് ഫലം. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എല്ലാ കാലവും കിറ്റും ഈ പ്രളയവും നമ്മെ രക്ഷിക്കാനുണ്ടാവില്ല. അതിൽ ആ പോയിന്റിലാണ് മുഖ്യമന്ത്രി അതിൽ എതിർപ്പ് അറിയിച്ചത്. ശ്രീ ടി പി ജയചന്ദ്രൻ, ഇവിടെ ഹസ്കർ പറഞ്ഞത് അത് മനസ്സിലാകാതെ പോയത് കൊണ്ടാണ് പൊതുസമൂഹത്തിന് എന്നാണ്. ആ ഒരു പോയിന്റിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ കിറ്റിന്റെ കാര്യവും പ്രളയത്തിന്റെ കാര്യവും
അതിൽ മുഖ്യമന്ത്രി പ്രകോപിതനാവുകയായിരുന്നു എന്ന്. കാരണം ഈ പ്രളയം വീണ്ടും വരുമെന്ന രീതിയിലുള്ള ഒരു ഒരാശങ്ക ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് ഈ സമൂഹത്തെ പേടിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ടാണ് പുരോഹിതനെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ നറേറ്റീവായിട്ട് വന്നിരിക്കുന്നത്. അല്ല, ആലപ്പുഴയിലെ CPM-ന്റെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കൗൺസിൽ യോഗത്തിന്റെ തീരുമാനത്തിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാം? അത് കൂടുതൽ അവസരം നമുക്ക് വെറുതെ വിടാം. അദ്ദേഹം പറയാം. അന്നും എന്നെ അസ്കറെ, നമ്മൾ ഈ കിറ്റിന്റെ വലിപ്പത്തെക്കുറിച്ചും ആ പ്രളയത്തെ പ്രതിരോധിച്ചതിന്റെ കഥകളൊക്കെ ആയിരുന്നു ആ തെരഞ്ഞെടുപ്പുകളിലും ആ കാലഘട്ടത്തിലുമൊക്കെ കേരളത്തിലെ ഓരോ ഇടതുപക്ഷ പൊതുയോഗങ്ങളിലും മാർക്സിസ്റ്റ് നേതാക്കന്മാർ വന്ന് വിളമ്പിയിരുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ സംഭവം തന്നെ പറയേണ്ട കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ആലപ്പുഴ ജില്ലാ അവലോകന യോഗത്തിൽ, കൗൺസിൽ യോഗത്തിൽ പുറത്തു വന്നതായി ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്താണ്? തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിരുദ്ധ വികാരമാണ്. അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോടുള്ള അദ്ദേഹത്തോടുള്ള വിയോജിപ്പാണ്. പക്ഷേ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മരുമകൻ മാത്രമാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ വരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മാത്രമാണ് പ്രതിരോധിക്കാൻ ആളുകൾ എത്തുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? അദ്ദേഹം തിരുത്തുമോ എന്ന് നിങ്ങൾ ചോദിച്ചു. തിരുത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? കാരണം പഴയ നീലക്കുറുക്കന്റെ കഥ, ചിലതൊക്കെ ഓടക്കൊള്ളിട്ടാൽ അത് നിവർന്നിരിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? MN വിജയൻ മരിച്ചപ്പോൾ ഒരു മരണത്തിൽ അനുശോചിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം, MN വിജയനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊരു സ്കൂൾ മാഷല്ലേടോ എന്ന് നിസ്സാരമട്ടിൽ പറഞ്ഞ അദ്ദേഹം TP വധത്തിൽ നമുക്കറിയാം, ഒരു നാട് മുഴുവൻ തേങ്ങയായിരുന്നു. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. BJP ഇല്ലാതാക്കാൻ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ തേങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? കുലങ്കുത്തി തന്നെ. ബിഷപ്പിനെ നികൃഷ്ടജീവി, പരനാറി, മഞ്ഞളാംകുഴി അലിയ കീടം, കേരളത്തിലെ ഒരു വലിയ വിദ്യാഭ്യാസ മാതൃഭൂമിയുടെ ഒരു മാധ്യമത്തിന്റെ നേതാവിനെ എടോ ഗോപാലകൃഷ്ണ. ഈ തരം പ്രയോഗങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്താണ്? അസ്കറെ, കേരളം ആടി ഉലയുകയാണ്. ജീവനക്കാർക്ക് അദ്ദേഹം പറഞ്ഞു, സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും എതിരായി തിരിഞ്ഞിരിക്കുന്നു. ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ അസംതൃപ്തരാണ്. ക്ഷേമ പെൻഷൻ മാത്രമല്ല, ഒരു പഞ്ചായത്തിൽ ഒരു സേവനത്തിന് ചെന്നാൽ അസ്കറിന് അറിയുമോ കീശ കാലിയാവുന്നതിന്റെ വഴികളെ കുറിച്ച്? പഞ്ചായത്തിൽ ഏതൊരു സേവനത്തിന് ചെന്നാലും അവന് കീശ. ഇതെല്ലാം സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് പ്രകടമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊക്കെ തിരുത്തൽ വേണ്ടി വരും. ശ്രീ അനിൽ ബോസ്, ഇവിടെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ അവിടെ ഒരു BJP പേടി CPM-നെ പിടികൂടിയിട്ടുണ്ടോ? കാരണം ജോസ് കെ മാണിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ചർച്ചകൾ BJP തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ജോസ് കെ മാണി നേരിട്ട് പങ്കെടുത്തുവെന്ന് ആരും പറഞ്ഞിട്ടില്ല. BJP തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് ജോസ് കെ മാണിയെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൽ പേടി കുടുങ്ങിയോ CPM-ന്? അല്ലെങ്കിൽ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാവുന്ന കാര്യമല്ല, സ്വന്തം സീറ്റെടുത്ത് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു എന്നുള്ള ഈ കാര്യം. അതിൽ CPI ഉറച്ചു നിന്നു, പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി CPM വഴങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ജോസ് കെ മാണി വീണ്ടും രാജ്യസഭയിലേക്ക് പോവുകയാണ്.